വെൽക്കം ബാക്ക് ആൻഡ് ഗൈസ്. രാവിലെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ കാപ്പി കുടിക്കാൻ പോകണം കേട്ടോ. കാപ്പി എന്ന് പറയണത് കറണ്ടില്ല, അതാണ് കുഴപ്പം. പുട്ടുണ്ട്, പപ്പടമുണ്ട്, ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ കഴിക്കാം. പപ്പടം എടുക്കുക, കുടിക്കുക. ഇപ്പോൾ കഴിക്കാൻ പോയത് ചൂട് കേട്ടോ. രാവിലെ തന്നെ കറണ്ട് പോയി, വീഡിയോ എടുക്കണ സമയത്ത്. ഗൈസ്, ഇപ്പം നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 11 to 3 വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നല്ല ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനേ വീട്ടിലോട്ട്. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. 11 to 3 ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് പേയാടാണ് കേട്ടോ. ചന്തമുക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓവർ എന്ന് പറയുന്നത് പോപ്പുലർ ബൈറ്റ്സ് ആണ് കേട്ടോ. പോപ്പുലർ ബൈറ്റ്സ് കാട്ടാക്കട സർക്കിൾ എന്നാണ് കൊടുത്തേക്കുന്നത്. കാട്ടാക്കട തൊട്ടാണ്. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 350 മീറ്റർ ഉള്ളൂ കേട്ടോ. കാട്ടാക്കട എന്ന് വെച്ചിട്ട് കാട്ടാക്കട അല്ല കേട്ടോ, ഇവിടെ എവിടെയാണ് പേയാടി തന്നെ. പിന്നെ കാട്ടാക്കട നോട്ടുന്നത് എന്തിനാത്? ഓക്കെ, ഇതിനാവട്ടെ. അപ്പോൾ നേരെ ഒന്ന് ഫുഡ് എടുക്കാം. ഒടുക്കത്തെ ബ്ലോക്ക് ഒടുക്കത്തെ ബ്ലോക്ക് കേട്ടോ. ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷേ കബഡിയാർക്ക് റോഡ് മൊത്തം അടച്ചു കെട്ടിയിട്ടെങ്കിൽ എന്തോ സമരത്തിൻ്റെ എന്തോ സംഭവമുണ്ട്. ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. സമരം ചെയ്യുന്നവർ ചെയ്തോ, കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സമരം ചെയ്യണം. റോഡ് ഫുള്ള് അടച്ചു കെട്ടി വെച്ചു. കബഡിയാർന്ന് നമ്മളെ അമ്പലപ്പുക്കിലോട്ട് പോകില്ല, ആ റോഡ് ഫുള്ള് അടച്ചു വെച്ചു. എന്ത് ചെയ്യുമെന്ന് നോക്കിയാൽ അത് രണ്ട് സൈഡും അടച്ച്, അങ്ങോട്ട് പോകാനും പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു അവക്കാടോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയണത് 200 കിലോ 200 എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇത് കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെയും കഴിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ട് കേട്ടോ, ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് 2 ദിവസം കഴിഞ്ഞ് പഴുക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. കിലോ 200 എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു നാലെണ്ണമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 1 കിലോ വരും. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിത്ത് പൊടിക്കുമെങ്കിൽ നമുക്ക് നടായിരുന്നു കേട്ടോ. നമ്മളിവിടെ കളിയില്ലേ, ഭയങ്കര തിരക്ക് കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ടൊന്നോ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മളെ കട ഇവിടെ തന്നെ കേട്ടോ, ലെഫ്റ്റ് സൈഡാണ് എയർപോള. അപ്പോൾ ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല. പോപ്പുലർ ബൈറ്റ്സ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും ബട്ടർ സ്കോച്ച് ഷേക്കുമാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ കൊടുക്കാനുള്ള കണ്ടാല കാട്ടാക്കടയിൽ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 9 കിലോമീറ്റർ ഉണ്ട്. ലോങ് ഓർഡറാണ്. അടിപൊളി. സൊമാറ്റോ താങ്ക് യു. ലോങ് തന്നു വിടൂ. ചില നേരത്തെ ലോങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അതിന് ഗുദാബിലൊക്കെ എത്തിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ കേട്ടോ, 8 ഓട്ടിക്ക് ഇവിടെ കിടന്ന് ഓടി മടുക്കും. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 9 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തിരക്കുണ്ടെങ്കിലും കയറി പോകാൻ പറ്റുന്ന തിരക്ക് തന്നെ. നമ്മളെ ഫസ്റ്റ് ഓർഡർ നമ്മളിവിടെ തന്നെ കൊടുത്ത കേട്ടോ. ഓക്കെ, കുറേ വെള്ളം കുടിച്ചേട്ടാ. കുറേ വെള്ളം കുടിച്ച് ഒരു 1/2 ലിറ്റർ കൂടുതൽ വെള്ളം കുടിച്ചേട്ടാ. തൊണ്ടയൊക്കെ വരുമ്പോൾ പറ്റി. വെയിൽ വലുതായിട്ട് ഇല്ലെന്നുണ്ടെങ്കിലും ഈ ഉഷ്ണമുണ്ട് കേട്ടോ.
ഗൈസ് നമുക്ക് സ്ട്രൈറ്റ് ആണ് പോകാനുള്ളത്. ഇവിടെ നേരെ ഒറ്റ വിടക്കം കേട്ടോ. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരു 200 മീറ്ററേ ഉള്ളൂ. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 83.45 പൈസയാണ് കിട്ടിയത്. അടുത്ത ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല. നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡൊക്കെ മോശം കേട്ടോ ഇവിടെ. അയ്യോ, എന്തോ ഒരു ഫാക്ടറി ഇവിടെ ഉണ്ട് കേട്ടോ. ഫാക്ടറി അല്ലേ? ന്യൂ ചാലൈ ഏജൻസീസ് മൊത്തം വിതരണമായിരിക്കും കേട്ടോ. സിമൻറ്റ്, കമ്പി എല്ലാം കൂടെ, ഹാർഡ്വെയർ എല്ലാം മൊത്തം വിതരണമായിരിക്കും. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് പപ്പ കഫേ ആണ് കേട്ടോ. പപ്പ കഫേ. ഇപ്പോൾ കറക്റ്റ് ഇവിടുന്ന് SK ടവർ കാട്ടാക്കടയിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 1.9 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ സമയം എന്ന് പറയുന്നത് കറക്റ്റ് 12:07 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാനും കൂടെ വല്ലതും വാങ്ങിക്കണം. കൊണ്ടുവന്നിട്ടില്ല. കഴിക്കാനും കൂടെ വല്ലതും വാങ്ങിക്കണം കേട്ടോ. ചെറുതായിട്ട് വിശപ്പടിച്ചു തുടങ്ങി. ഗൈസ് ഒരു പാമ്പ് കേട്ടോ. ഇപ്പം അതിൻ്റെ മണ്ടേ കൂടെ കയറിയേനെ. ജസ്റ്റ് മിസ് കേട്ടോ. കടി കിട്ടാത്തൊരു ഭാഗ്യം. എൻ്റെ പൊന്നെ, വിഷമുള്ള പാമ്പാണെന്ന് അറിഞ്ഞു കേട്ടോ. വിഷമുള്ള പാമ്പാണെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്നൊന്ന് കയറി കേട്ടോ. ഞാൻ ബ്രേക്ക് കുടിച്ചോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചത്തനെ ചിലപ്പോൾ ഈ കടിയും കിട്ടിയേനെ കേട്ടോ. മരണ വെപ്പാളത്തിൽ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കടിച്ചു തരും. ഓക്കെ ഗൈസ്, നേരെ നമുക്ക് ഇങ്ങോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തോട്ടാണ് കയറി പോകാൻ കാണിക്കുന്നത്. ഇവിടെ നിന്ന് നേരെയാണ് കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇനി 650 മീറ്ററേ ഉള്ളൂ. മിക്കവാറും ചിലപ്പോൾ വീട്ടിലെ ഊണ് അങ്ങനത്തെ വല്ല സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് തോന്നണം. മഴ സീസണില് പാമ്പും മറ്റ് എഴുജന്തുക്കളെല്ലാം ഇറങ്ങണ സമയമാണ്. പുറത്തിറങ്ങും. ഇന്നലെ അവിടെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ പിന്നെ 2 തേള്, കൊച്ചു പൂച്ചക്കുട്ടിയാണ് ഇപ്പോൾ വീട്ടിൽ കിടക്കുന്നത്. അതുകൊണ്ട് അതിന് പേടി കേട്ടോ. അത് ഓടിക്കളയും. വലുതായിരുന്നു ഇപ്പോൾ തന്നെ തീർത്തനെ. പിന്നെ എന്തിനാ കമ്പെടുത്ത് വെച്ച് അടിച്ചു പോകുന്നു. 2 വലുത്. 2 ഓണമെന്നുണ്ടെങ്കിൽ നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല സൈസ് ഉണ്ട്. നല്ല മുറ്റിയ സാധനം. ഗൈസ് ഫുഡ് റെഡി ആയിട്ടില്ല. ഇതാണ് കേട്ടോ പപ്പ കഫേ. വെയിറ്റ് ചെയ്യാം കേട്ടോ, സമയം എടുക്കും. ഫുഡ് റെഡി കാണിക്കുന്നില്ല. ഗൈസ് അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഷാർജ ഷേക്കും ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ കൊടുക്കാനുള്ള പള്ളിമുക്ക് പേയാടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 4.8 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. പേയാടാണ് ഓർഡർ അടിച്ചത്. വെയിൽ പോയപ്പോൾ ചൂട് എടുക്കുന്നു. വെയിലുണ്ടായിരുന്ന അത്ര ചൂടില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഉഷ്ണം കേട്ടോ. അകത്തൊന്നും ഇങ്ങനെ വ്യാവും പോലെ, വെന്ത് ഉരുവും പോലെ തോന്നുന്നു. അപ്പോൾ എനിക്കും വിശക്കണം കേട്ടോ. 4.6 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഭയങ്കര ചൂട് കേട്ടോ.
ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോബർമാൻ ഒരു ഇത് പട്ടി അതിൻ്റെ കിടക്കണം കേട്ടോ. കാടി കിട്ടി കഴിഞ്ഞാൽ ഊപ്പാട് കഴിഞ്ഞു. അപ്പോൾ 67 79 പൈസയാണ് കേട്ടോ കിട്ടിയത്. 60. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ സിറ്റി പാലസ് ആണ് കേട്ടോ. ഹോട്ടൽ സിറ്റി പാലസ് ആണ്. അപ്പം നേരെ വെച്ച് പിടിക്കാം. ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നോക്കട്ടെ എവിടെയാണ്. അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ സിറ്റി പാലസ് ആണ് കേട്ടോ. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് വരണം. യൂട്ടേൺ എടുത്ത് വന്നിട്ട് അവിടെ നിന്ന് അകത്ത് കയറിച്ചൊന്ന് വാങ്ങിക്കണം കേട്ടോ. പുറത്തൊന്നും വെച്ചിട്ടില്ല. ഇന്നാൾ അവിടെ പുറത്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും നമ്മളെ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നപ്പോൾ പറയണം അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബിരിയാണിയാണ്. പുറത്തുനിന്ന് ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബിരിയാണിയാണ്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ്. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ. 25:09. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫുഡ് റെഡി ആയാലേ അത് പോകാൻ പറ്റുള്ളൂ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. വളരെ ചൂട് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ഡോറാണ്. 2509. അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കിഴി ബിരിയാണി, പിന്നെ വേറെ ഷാർജ ഷേക്ക് അങ്ങനെ. വട്ടിയൂർക്കാവിലാണ് കൊടുക്കാനുള്ളത്. അപ്പം ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് പോയിട്ട് ഇതിലേക്ക് കയറി പോകണം കേട്ടോ. റോഡ് മോശമുള്ള റോഡ് തന്നെ മാപ്പ് കാണിച്ചു തന്നു. ഇതൊരു മാപ്പേ നല്ല റോഡ് കടന്നിട്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ലീവ് അറ്റ് ഡോർ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല വിശപ്പടിക്കാൻ തുടങ്ങി. അപ്പോൾ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 1:03. അപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് 650 മീറ്ററാണ്. കസ്റ്റമറുടെ ലൊക്കേഷൻ 650 മീറ്റർ. ആ പൊളി ഓർഡർ പൊളി. ഇനി ഒരു 600 മീറ്ററേ ഉള്ളൂ കസ്റ്റമർ ലൊക്കേഷനിൽ. റൈറ്റ് ആണ് പോകുന്നത് കേട്ടോ. കസ്റ്റമർ 49 രൂപ സംതിങ് പൈസയാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല. അടുത്ത ഓർഡർ ഉടനെ അടിക്കും തോന്നുന്നു കേട്ടോ. നേരെ വെച്ച് പിടിക്കാം നമുക്ക്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കേട്ടോ. അപ്പോൾ കഴിക്കാൻ വല്ല വാങ്ങിക്കണം. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. കൈസപ്പോൾ സമയം ഇപ്പോൾ 2 എത്രയായി? 2:45. 2:20 കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഓർഡർ എന്ന് പറയണത് ഹോട്ടൽ പത്മയാണ്. അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 46 43 67 43 67. ഞാൻ വെച്ചതായിരിക്കും ഇവിടെ അല്ലേ? നാപ്പത്തി മൂന്ന് 67. ഓ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിയാണ് തോന്നുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട്. ഹോട്ടൽ പത്മന്നാണ് എടുത്തത് കേട്ടോ.
ഗൈസ് അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് പൊറോട്ടോ, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. പൊറോട്ട, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ. ഗൈസ് അപ്പം ഐറ്റം എടുത്തിട്ടുണ്ട്. നേരെ വെച്ച് പിടിക്കാം. അപ്പം ചെമ്പഴുത്തേന് കൊടുക്കാനുള്ള ഇവിടുന്ന് 9.9 കിലോമീറ്റർ ഉണ്ട്. നല്ല എനർജി ആയിട്ട് പറയാണ്. വിശന്നിട്ട് പരിപ്പളവ് കേട്ടോ. കടയിൽ നിന്ന് പഴം വാങ്ങിച്ചു കേട്ടോ, കപ്പപ്പഴം വാങ്ങിച്ച്. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രം പഴുത്തത്, ബാക്കി പച്ച കേട്ടോ. കാറുകാർ പെട്ടെന്ന് ഒന്നും ബ്ലൈൻഡ് സ്പോട്ട് ആയതുകൊണ്ട് പുള്ളിക്കാരന് ചിലപ്പോൾ കാണാൻ പറ്റൂലേ, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പെട്ടെന്ന് ഒന്ന് നിർത്തി. ഓക്കെ, സെറ്റാണ്, കയറി പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത് കേട്ടോ. ഇത് നമ്മളെ ലാസ്റ്റ് ഓർഡർ തന്നെ. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ ഉണ്ട് മൊത്തം. 10 കിലോമീറ്റർ ഉണ്ട് മൊത്തം. അപ്പോൾ ഇവിടുന്ന് ഫ്രീ ലെഫ്റ്റാണ്, നമുക്ക് കയറി പോവാം. വേറെ വിഷയമൊന്നുമില്ല. ഒരു സൈഡ് മാത്രമേ ഇതുള്ളൂ കേട്ടോ, സിഗ്നലുള്ളൂ. രണ്ടാം സൈഡ് നേരെ വച്ച് പിടിക്കാം. ഒരു പഴം കഴിച്ചു കേട്ടോ, വിശപ്പ് അടങ്ങില്ല, എപ്പോഴും വിശക്കണം. ബാക്കിയെല്ലാം പച്ച, കറ ഒലിക്കുന്നു കേട്ടോ. നാളെ ആകുമ്പോൾ പഠിക്കും, പക്ഷെ നമ്മളെ ആവശ്യം നടക്കൂലല്ലോ, അതിൽ കുഴപ്പം. അപ്പോൾ എണ്ണ അടിക്കണമെന്ന് ചോദിച്ചാൽ എണ്ണ ഉണ്ട് കേട്ടോ, നിലവിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ ടാങ്ക് തുറന്ന് കുലുക്കി നോക്കി, അപ്പം എണ്ണ ഉണ്ട്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പേ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട. നമ്മളെ കാട്ടാക്കട ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തിരിച്ച് വീട്ടിൽ പോയി എളുപ്പമാണ്, ഫുഡ് കൊടുത്തിട്ട് വീട്ടിൽ പോയി എളുപ്പമാണ്. പക്ഷേ ഈ ഇങ്ങനെ ചെമ്പഴന്തി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വലിയ തുറ ആ ഭാഗത്തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെടും. തിരിച്ച് സമയത്ത് വീട്ടിൽ പോകാൻ പറ്റില്ല, അതാണ് കുഴപ്പം. ഗ്ലാസ് പൊട്ടി കിടക്കണം കേട്ടോ, ഏതാ വണ്ടി കൊണ്ട് ക്ഷീണിച്ചു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് കയറാനുള്ളത്. റൈറ്റ് ഗൈസ് അപ്പം എനിക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. സിഗ്നലുണ്ട്, എനിക്ക് കെയർ ചെയ്യാൻ പോയാൽ മതി കേട്ടോ, വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. നല്ല വിശപ്പടിക്കുന്നത്, എന്ത് മാച്ച തിന്നാന്ന് വെച്ചാൽ സമയമില്ലല്ലേ. തിന്നാൻ വേണ്ടി സമയം കിട്ടിയ സമയത്താണ് തിന്നാൻ വേണ്ടി എടുത്തത്. അപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. പഴുത്തില്ല, അല്ലേ കടക്കാരും പറയാൻ പഴുത്തില്ല. ഞാൻ പറയുകയും ചെയ്തു കേട്ടോ, ഇപ്പം കഴിക്കാനുള്ളതാണ്. എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 3 എണ്ണം ഇപ്പം കഴിക്കാനുള്ളതാണെന്ന്. കടക്കാരൻ പറഞ്ഞില്ല, ഒരെണ്ണം മാത്രം പഴുത്തു. പോട്ട്, കുഴപ്പമില്ല. വീട്ടിൽ ചെന്നാൽ നല്ല മീൻകറി ചോറൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ. കഴിച്ചപ്പോൾ അങ്ങനെ ഒരുവിധം നമ്മൾ ഉള്ളൂരെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് 5.2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ല, ചോറ് വീട്ടിൽ ചെന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. പോണാ, അയ്യോ നമുക്ക് സിഗ്നലുണ്ട്, പക്ഷെ വണ്ടിയെല്ലാം കൂടെ അങ്ങുഞ്ഞു ഇങ്ങുന്നു എന്നൊക്കെ വന്ന് നമ്മൾ ചറവറ കയറുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് 5.1 കിലോമീറ്റർ ഉള്ളൂ. നേരെ വെച്ച് പിടിക്കാം, സമയമില്ല, പെട്ടെന്നോട്ടൊക്കെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയും കൂടെ അടിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് എണ്ണ അടിക്കാൻ കറക്റ്റ് ഇതാവും തിരിച്ചു വരുന്ന സമയത്ത്. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് ഓവറാണ്. സമയം എന്ന് പറയുന്നത് കറക്റ്റ് 2:49 കേട്ടോ. ഒരു ഓവറും കൂടെ അടിക്കാനുള്ള സമയമുണ്ട്, ചിലപ്പോഴേ കിട്ടുള്ളൂ. കിട്ടിയാൽ കൂട്ടി, ഇല്ലെങ്കിൽ തട്ടി കേട്ടോ. അപ്പോൾ ഇനി ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ, ഫ്രണ്ടിലോട്ടാണ് പോകാനുള്ളത്. ഇവിടുന്ന് റൈറ്റാണ് കേട്ടോ. ഇപ്പോൾ റൈറ്റല്ലേ ഉള്ളൂ.
പൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 116 രൂപ 86 പൈസയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അടുത്ത ഓർഡർ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ നോക്കാം, ഒരു ഉറപ്പുമില്ല, നമുക്ക് നോക്കാം കേട്ടോ. കിട്ടിയ കൂട്ടി ഇല്ലെങ്കിൽ ചട്ടി ആ ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇന്നലെ സൊമാറ്റോയിൽ ഓർഡർ ടോട്ടൽ കിട്ടിയത് 7 to 3 വരെ ഓർഡറിൽ ടോട്ടൽ കിട്ടിയത് 737 രൂപ 38 പൈസയാണ്. 9 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 4-5 എണ്ണം അടുപ്പിച്ച് ലോങ് ആയിരുന്നു. പിന്നെ ഷാഡോയിൽ 123 രൂപ ഓടിയിട്ടുണ്ടായിരുന്നു. 4 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ പൂച്ച സാറ് ഫുഡ് മേടിച്ചിട്ട് കിടന്ന് ഉറക്കമാണ് കേട്ടോ, റെസ്റ്റ് എടുക്കുകയാണ്. ഹലോ, ഓർമ്മയുണ്ടോ ഈ മുഖം? അപ്പോൾ രണ്ടുപേരും ഫുഡ് അടിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ തേള് വന്നപ്പോൾ ഓട്ടോ വരുന്നത് കേട്ടോ. കൊച്ചു പൂച്ചയായതുകൊണ്ടാണ്, വലുതായെന്നുണ്ടെങ്കിൽ കടിച്ച് തിന്നാണ്. ഇന്നലെ വീടെത്താറായപ്പോൾ ഭയങ്കര മഴയാണ്. നനഞ്ഞ് കുളിച്ച് ഊപ്പാട് വന്ന് ഫുള്ള് കംപ്ലീറ്റ് നനഞ്ഞ്. ബാഗ് കംപ്ലീറ്റ് നനഞ്ഞ്, ഹെൽമെറ്റിൻ്റെ അകത്ത് മൊത്തം നനഞ്ഞ്, ഗ്ലൗസ് നനഞ്ഞ്, കംപ്ലീറ്റ് നനഞ്ഞ്. എല്ലാം ഇനി കഴുകി വെയിലത്തിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടാണ് ബൈ.